CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സൗദിയിലേക്ക് കൊടുത്തുവിടാനുള്ള പാന്റിൽ കഞ്ചാവ് പൊതികൾ. യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ചെറുകോട് മുതിരിയിലെ നാലകത്ത് സൽമാനുൽ ഹാരിസാണ് കൂടെ ജോലി ചെയ്യുന്ന നാട്ടുകാരനായ യുവാവിന്റെയും സഹോദരന്റെയും ചതിയിൽ നിന്നും രക്ഷപ്പെട്ടത്. മലബാർ മേഖലയിലെ റെയിൽവേ യാത്രക്കാരുടെയും ജനപ്രതിനിധികളുടെയും ദീർഘകാലത്തെ ആവശ്യത്തിന് ഒടുവിൽ പരിഹാരമാകുന്നു. മലപ്പുറം ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളായ അങ്ങാടിപ്പുറം, വാണിയമ്പലം എന്നിവിടങ്ങളിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി റെയിൽവേ മന്ത്രാലയം അന്തിമ അനുമതി നൽകി. മലപ്പുറം ജില്ലാ വിഭജനം അനിവാര്യമാണെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അമീൻ യാസിർ. ഇതോടെ പ്രാദേശികമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും അമീൻ യാസിർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കവിയും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായിരുന്ന പുലാക്കാട്ട് രവീന്ദ്രന്റെ സ്മരണാർത്ഥം നെല്ലായ പാസ് പുലാക്കാട് ഗ്രാമീണ വായനശാല ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാര സമർപ്പണം ജൂൺ 21 ഞായറാഴ്ച നടക്കും. മികച്ച കവിതാ പുരസ്കാരത്തിനുള്ള പ്രഥമ പുരസ്കാരം വിനീഷ് മണിയൂരിനാണ് നൽകുക. സൗദിയിലേക്ക് കൊടുത്തുവിടാനുള്ള പാന്റിൽ കഞ്ചാവ് പൊതികൾ. യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ചെറുകോട് മുതിരിയിലെ നാലകത്ത് സൽമാനുൽ ഹാരിസാണ് കൂടെ ജോലി ചെയ്യുന്ന നാട്ടുകാരനായ യുവാവിന്റെയും സഹോദരന്റെയും ചതിയിൽ നിന്നും രക്ഷപ്പെട്ടത്. ജിദ്ദയിലെ ഒരു ഭക്ഷ്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സൽമാൻ ലീവ് കഴിഞ്ഞ ദിവസമാണ് മടങ്ങാനിരുന്നത്. അപ്പോഴാണ് കൂടെ ജോലി ചെയ്യുന്ന നാട്ടുകാരന് നൽകാനായി അയാളുടെ സഹോദരൻ വസ്ത്രങ്ങൾ അടങ്ങിയ കവറുമായി വിളിക്കുന്നത്. എന്നാൽ നാട്ടിലെ കടയിൽ ഏൽപ്പിച്ച കവർ വാങ്ങി വീട്ടിലെത്തി അതിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പാന്റിന്റെ എല്ലാ പോക്കറ്റിലും ചെറിയ കവറുകളിലാക്കി കഞ്ചാവ് സൂക്ഷിച്ചത് സൽമാനുൽ ഫാരിസ് കാണുന്നത്. ഉടൻ തന്നെ നാട്ടിലെ ജനകീയ കൂട്ടായ്മ പ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കഴിഞ്ഞ ദിവസം പുലർച്ചെ സൽമാൻ സൗദിയിലേക്ക് മടങ്ങി. നമ്മുടെ സുഹൃത്ത് സൽമാന് സൗദിയിലേക്ക് ഇന്നലെ പോകാൻ വേണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആള് സൗദിയിലേക്ക് പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തിലെ ചെക്കൻ ഒരു ഫാന്റ് കൊണ്ടുവരുമെന്ന് ചോദിക്കുകയും അപ്പൊ നമ്മൾ ഓനെ കൊണ്ടുപോകാന്ന് പറഞ്ഞാണ്ട് പാക്ക് ചെയ്യുന്ന സമയത്ത് അതിലൊന്ന് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പൊ അതില് ലഹരി കഞ്ചാവിന്റെ പാക്കുകളാണ് ഉണ്ടായിരുന്നത്, കഞ്ചാവിന്റെ അംശം. പിന്നെ അത് നേരെ ഞങ്ങള് മൂപ്പര ഫാദറും കൂടി ഇവിടെ വണ്ടൂർ സ്റ്റേഷനിൽ പരാതിപ്പെടുകയും അവര് വേണ്ട നടപടികൾ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. FIR അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സൽമാന്റെ പിതാവിന്റെ പരാതിയിൽ വണ്ടൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. CCN പെരിന്തൽമണ്ണ. മലബാർ മേഖലയിലെ റെയിൽവേ യാത്രക്കാരുടെയും ജനപ്രതിനിധികളുടെയും ദീർഘകാലത്തെ ആവശ്യത്തിനൊടുവിൽ പരിഹാരമാകുന്നു. മലപ്പുറം ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളായ അങ്ങാടിപ്പുറം, വാണിയമ്പലം എന്നിവിടങ്ങളിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി റെയിൽവേ മന്ത്രാലയം അന്തിമ അനുമതി നൽകി. മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ലീഡറും ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ ET മുഹമ്മദ് ബഷീർ MP-യാണ് വിവരം അറിയിച്ചത്. പദ്ധതിയുടെ ഭാഗമായി ഇരു സ്റ്റേഷനുകളിലും വലിയ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ 24 കോച്ചുകൾ വരെയുള്ള ദീർഘദൂര ട്രെയിനുകൾക്ക് ഈ സ്റ്റേഷനുകളിൽ നിന്ന് സർവീസ് നടത്തുവാൻ സാധിക്കും. 2 സ്റ്റേഷനുകളിലുമായി കോടിക്കണക്കിന് രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന് 10.51 കോടി രൂപയും വാണിയമ്പലം റെയിൽവേ സ്റ്റേഷന് 6.83 കോടി രൂപയുമാണ് പദ്ധതിക്കായി അനുവദിച്ചിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ പ്ലാറ്റ്ഫോമുകളുടെ ശേഷിക്കുറവ് വലിയൊരു പരിമിതിയായി തുടരുകയായിരുന്നു. നിലവിൽ അങ്ങാടിപ്പുറം സ്റ്റേഷനിലെ 1-ാം പ്ലാറ്റ്ഫോമിൽ 16 കോച്ചുകളും 2-ാം പ്ലാറ്റ്ഫോമിൽ 14 കോച്ചുകളും മാത്രമേ കൈകാര്യം ചെയ്യാൻ സാധിക്കൂ. വാണിയമ്പലം സ്റ്റേഷനിലാകട്ടെ പ്ലാറ്റ്ഫോമുകളുടെ ഈ നീളക്കുറവ് കാരണം വലിയ ദീർഘദൂര ട്രെയിനുകൾ ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നത് പ്രായോഗികമായിരുന്നില്ല. എന്നാൽ യാർഡ് നവീകരണം പൂർത്തിയാകുന്നതോടെ ഈ 2 സ്റ്റേഷനുകളുടെയും ശേഷി വർദ്ധിക്കുകയും 24 കോച്ചുള്ള വലിയ ട്രെയിനുകൾക്ക് സുഗമമായി സർവീസ് നടത്തുവാൻ സാഹചര്യമൊരുക്കുകയും ചെയ്യും. ഈ വികസന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്ക് കൂടുതൽ ദീർഘദൂര ട്രെയിനുകൾ ആരംഭിക്കാൻ സാധിക്കും. CCN പെരിന്തൽമണ്ണ. മലപ്പുറം ജില്ലാ വിഭജനം അനിവാര്യമാണെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അമീൻ യാസിർ.
ഇതോടെ പ്രാദേശികമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും അമീൻ യാസർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അതിന്റെ രൂപീകൃത കാലം തൊട്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറത്തെ പിന്നോക്കാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭരണകൂടത്തിന് ലഭിക്കേണ്ട അവകാശങ്ങൾ, വികസനങ്ങൾ, ഇവിടുത്തെ വിഭവ വിതരണങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കഴിഞ്ഞ 9 വർഷക്കാലം തെരുവുകൾ ശബ്ദിച്ചിട്ടുണ്ട്. അങ്ങനെ മലപ്പുറത്തെ മൊത്തം വികസന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലും പൊതുഗതാഗത മേഖലയിലും മലയോര പ്രദേശങ്ങളിലെ പ്രശ്നങ്ങളും ഇവിടുത്തെ ന്യൂനപക്ഷ ആദിവാസികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തുറന്നു കാണിച്ചുകൊണ്ട് ഒരു ജില്ലാ നിവർത്തന രേഖ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി ഒരു പുസ്തകം പുറത്തിറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. CCN മലപ്പുറം. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി ചെർപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ അനുമോദനവും കരിയർ ഗൈഡൻസ് പരിപാടിയും സംഘടിപ്പിച്ചു. 1000-ലധികം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്ത ചടങ്ങ് സിനിമാ താരവും പാലക്കാട് MLA-യുമായ രമേശ് പിഷാരടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളെ അഭിനന്ദിക്കുകയും വിദ്യാഭ്യാസത്തോടൊപ്പം വ്യക്തിത്വ വികസനത്തിനും പ്രാധാന്യം നൽകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഉപദേശിച്ചു. പലപ്പോഴും ഷാറൂഖ് ഖാന്റെയോ വലിയ സിനിമാ താരങ്ങളുടെയോ പിറന്നാളുകൾ അറിയുന്ന ആ പിറന്നാളുകൾക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന നമ്മുടെ കയ്യിലേക്ക് ഒരു ഫോം വിതരണം ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഒരു സ്കൂളിൽ നിന്ന് നിങ്ങൾക്കൊരു ഫോം തരുന്നു. ആ ഫോമിൽ എവിടെയെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഫില്ല് ചെയ്യാനൊരു കോളം ഉണ്ടെങ്കിൽ വീട്ടിൽ വിളിച്ച് ചോദിക്കാതെ ഇത് പൂരിപ്പിക്കാൻ 2% പിള്ളേർക്ക് ഇപ്പോഴും പറ്റുള്ളൂ എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്ന് ചോദിച്ചാൽ, പക്ഷേ നമുക്ക് മറ്റു പലരുടെയും ഡേറ്റ് ഓഫ് ബർത്തുകളും കാര്യങ്ങളൊക്കെ അറിയാം. ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ, നമ്മൾ എത്രയും തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു യൂണിറ്റിന് കറണ്ട് നമ്മൾ എത്ര പൈസ കൊടുത്തു, 1 ലിറ്റർ പെട്രോളിന് നമ്മൾ എത്ര പൈസ കൊടുത്തു, നമ്മളിപ്പോൾ ഉണ്ടെന്ന അരിക്ക് എന്താണ് വില എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും അറിയില്ല. നിങ്ങൾ ലോക കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ കണ്ണു തുറന്ന് കാണുക, കാതു തുറന്ന് കേൾക്കുക, അതിനോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതിഷേധിക്കേണ്ടടുത്ത് പ്രതിഷേധിച്ചും സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിച്ച് നമ്മൾ എങ്ങനെ പെരുമാറുന്നോ അതാണ് നമുക്ക് ഏറ്റവും വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ എന്ത് നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണോ നിങ്ങൾ ഇനി മുന്നിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ആ നല്ല സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെടട്ടെ, അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ജഗദീശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാനീ പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ KPCCയുടെ പാർലമെന്ററി കാര്യ മീറ്റിംഗ് നടക്കുന്ന ദിവസമാണ്. പക്ഷേ ഈ ചടങ്ങ് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ഞാൻ മനസ്സിലാക്കുന്നു. മലബാർ പോളിടെക്നിക് ക്യാമ്പസ് സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ രമേശ് പിഷാരടി വിതരണം ചെയ്തു. 622301 എടാ നീയാണോ? ബാ വേദിയിലേക്ക് എത്തിച്ചേരുക. കോൺടെസ്റ്റിൽ വിജയിച്ച ഫാത്തിമ നസ്രിൻ കെ, സന ഫാത്തിമ, മലബാർ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി MP അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞു. ട്രസ്റ്റ് വൈസ് ചെയർമാൻ മരക്കാർ മാരായമംഗലം അധ്യക്ഷത വഹിച്ചു. പോളിടെക്നിക് പ്രിൻസിപ്പൽ മുഹമ്മദ് സിറാജുദ്ദീൻ, വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് സലീം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികളായ P മുഹമ്മദ് താഹിർ, MK കൃപ, KT ദീപക്, MN ശ്രീദേവി, R അരുൺ എന്നിവർ ആശംസകൾ നേർന്നു. ട്രസ്റ്റ് അംഗങ്ങളായ ഉസ്മാൻ കുട്ടി ഹാജി, ഇക്ബാൽ, MT നാസർ, KK ബഷീർ, MP മുഹമ്മദ് അലി, അബ്ദുസമദ്, കുഞ്ഞി മുഹമ്മദ് ഫൈസി എന്നിവരും പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി പ്രശസ്ത കരിയർ കോച്ച് K നിസാമുദ്ദീൻ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളെ അനുമോദിച്ചു. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് ഈ വർഷത്തെ SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായുള്ള അനുമോദന ചടങ്ങ് നടത്തി. വിജയതിലകത്തിൽ മിടുക്കർ എന്ന പേരിലാണ് സ്നേഹസംഗമം ഒരുക്കിയത്.
ഐഡിയൽ കോളേജ് മാനേജർ അബ്ദുൽ മജീദ് മന്നിശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷൊർണൂർ മണ്ഡലം MLA P മമ്മിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിജയികളായ 100 കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്ത ചടങ്ങിൽ പ്രതിഭകൾക്കുള്ള പ്രത്യേക ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. പ്രദേശത്തെ സ്കൂളുകളിലെ മികച്ച വിജയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഐഡിയൽ കോളേജ് വർഷം തോറും നടത്തിവരുന്ന ഇത്തരം ക്യാമ്പയിനുകൾ ഏറെ അഭിനന്ദനാർഹമാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥികൾ അഭിപ്രായപ്പെട്ടു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദീൻ, അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ്, ഐഡിയൽ ITE പ്രിൻസിപ്പൽ റെയ്ഹാനത്ത്, വാർഡ് കൗൺസിലർ ഇസ്ഹാഖ് എന്നിവർ സംസാരിച്ചു. പ്രമുഖ കരിയർ ഗൈഡായ അൻസാർ ഗൈഡൻസ് സെഷൻ നയിച്ചു. CCN ചെർപ്പുളശ്ശേരി. BSc സുവോളജിയിൽ കോഴിക്കോട് ദേവഗിരി കോളേജിൽ നിന്നും 1ാം റാങ്ക് നേടിയ ആര്യ P ജയനെ മലബാർ സൗഹൃദവേദി അനുമോദിച്ചു. മലബാർ സൗഹൃദവേദി പ്രസിഡന്റ് ഡോക്ടർ K അജിത് മാരായമംഗലം, സെക്രട്ടറി ദിനേശൻ എഴുവന്തല, സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരിക്കുലം എന്നിവർ വീട്ടിലെത്തിയാണ് ആര്യയെ അനുമോദിച്ചത്. ചെർപ്പുളശ്ശേരിയിലെ അഡ്വക്കേറ്റ് P ജയന്റെയും രശ്മിയുടെയും രണ്ടാമത്തെ മകളാണ് ആര്യ. CCN ചെർപ്പുളശ്ശേരി. കവിയും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായിരുന്ന പുലാക്കാട്ട് രവീന്ദ്രന്റെ സ്മരണാർത്ഥം നെല്ലായ പാസ് പുലാക്കാട് ഗ്രാമീണ വായനശാല ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാര സമർപ്പണം ജൂൺ 21 ഞായറാഴ്ച നടക്കും. മികച്ച കവിതാ പുരസ്കാരത്തിനുള്ള പ്രഥമ പുരസ്കാരം വിമീഷ് മണിയൂരിനാണ് നൽകുക. മികച്ച കവിതാ പുരസ്കാരത്തിനുള്ള പ്രഥമ പുരസ്കാരത്തിന് വിമീഷ് മണിയൂരിന്റെ 2 പിൻ പ്ലഗും 3 പിൻ പ്ലഗും എന്ന കവിതാ സമാഹാരമാണ് തിരഞ്ഞെടുത്തത്. കവി P രാമൻ, എഴുത്തുകാരനായ V മുസഫർ അഹമ്മദ്, നിരൂപകനായ PN വിജയകൃഷ്ണൻ തുടങ്ങിയ ജൂറിയാണ് അവാർഡിന് അർഹമായ പുസ്തകം തിരഞ്ഞെടുത്തത്. വായനശാല പ്രസിഡന്റ് ഷിബു കുണ്ടിൽ, വൈസ് പ്രസിഡന്റ് അബ്ദുൽ കരീം, വനിതാവേദി സെക്രട്ടറി ധന്യ വേണു എന്നിവർ പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിൽ കവി P രാമനാണ് അവാർഡ് ജേതാവിനെ പ്രഖ്യാപിച്ചത്. ഈ വിധിനിർണ്ണയത്തിൽ സത്യത്തിൽ ഞങ്ങൾക്ക് 3 പേർക്കും ഒരു നിരാശ ഉണ്ടായി. കാരണം നമ്മുടെ കവിതാവിനെ നടന്നു നിൽക്കുകയാണോ ഒരു തോന്നൽ ഈ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായി. എങ്കിലും അതിൽ കുറച്ച് പുസ്തകങ്ങൾ വലിയ മോശമില്ലാത്ത കുറച്ച് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ അവാർഡിന് വേണ്ടി ഇത്തവണ തിരഞ്ഞെടുത്ത പുസ്തകം ആദ്യത്തെ പുലാക്കാട്ട് രവീന്ദ്രൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹമായ പുസ്തകം ഞങ്ങൾ 3 പേരും ഒരുപോലെ തിരഞ്ഞെടുത്ത പുസ്തകം ഈ പുസ്തകമാണ്. 2 പിൻ പ്ലഗും 3 പിൻ പ്ലഗും എന്നാണ് പുസ്തകത്തിന്റെ പേര്. കവിയുടെ പേര് വിമീഷ് മണിയൂർ. വിമീഷ് മണിയൂർ ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന പുതിയ തലമുറയിലെ ഇതിനകം ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള കവിയാണ്. അദ്ദേഹത്തിന്റെ 5-6 കവിതാ സമാഹാരങ്ങൾ, കവിത മാത്രമല്ല ഈ കഥയും നാടകവും ഒക്കെ എഴുതുന്നൊരു ആളാണ്. കോഴിക്കോട്ടുകാരനാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുണ്ട്, അറിയാവുന്ന എഴുതുന്നവർ തമ്മിൽ സൗഹൃദമുണ്ട്. എന്തായാലും വിമീഷ് മണിയൂരിൻ്റെ ഈ പുസ്തകമാണ് നിങ്ങളുടെ പരിശോധനയിൽ ഒന്നാമതെത്തിയത്. അപ്പോൾ ഇത്തവണത്തെ ആദ്യത്തെ പുലാക്കാട്ട് രവീന്ദ്രൻ സ്മാരക കവിതാ പുരസ്കാരം വിമീഷ് മണിയൂരിൻ്റെ 2 പിൻ പ്ലഗും 3 പിൻ പ്ലഗും എന്നുള്ള കവിതാ സമാഹാരത്തിന് നൽകാൻ ആണ് തീരുമാനിച്ചിട്ടുള്ളത്. ജൂൺ 21 വായനശാലയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. മലയാളത്തിന്റെ പ്രിയ കവി K സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് മുഖ്യാതിഥിയാവും. നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുനീർ റബാനു അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം E ചന്ദ്രബാബു അനുസ്മരണ പ്രഭാഷണം നടത്തും. കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. CCN ചെർപ്പുളശ്ശേരി. ശ്രീകൃഷ്ണപുരം ഈശ്വരമംഗലം അക്ഷര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ SSLC +2 വിജയിച്ച ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ക്ലബിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീലാദേവി ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ മനോഹരമായ ഏറെ സന്തോഷം നിറഞ്ഞ അതിലേറെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു സദസ്സാണ് നമ്മുടെ സദസ്സുകൾ. ഒന്നല്ല, കേരളത്തിലെ മുക്കിലും മൂലയിലും സ്കൂളുകൾ നടത്തുന്നു, പഞ്ചായത്ത് സംവിധാനങ്ങൾ നടത്തുന്നു, വിവിധതരം ക്ലബുകൾ നടത്തുന്നു, വിവിധതരം സംഘടനകൾ നടത്തുന്നു. അങ്ങനെ നാട്ടിലാകെ ജൂൺ 1 പ്രവേശനോത്സവമായി നമ്മുടെ കേരളത്തിൽ നടത്തിയതുപോലെ നമ്മുടെ
നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും നടന്നു. ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് സംഗീത എസ് കുമാർ സ്വാഗതവും ക്ലബ് സ്ഥാപക സെക്രട്ടറി MC കുമാരൻ അധ്യക്ഷതയും വഹിച്ചു. മണികണ്ഠൻ പാലാങ്കുഴി, ലതാ സുരേഷ്, ശിവശങ്കരൻ, PM പ്രേംജിത്ത്, അയ്യപ്പൻകുട്ടി, വിപിൻ K, അച്യുതൻകുട്ടി, രാമൻകുട്ടി, അശ്വതി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രണവ് MC പരിപാടിക്ക് നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. കടമ്പഴിപ്പുറം തോട്ടശ്ശേരി തൂലിക വായനശാലയിൽ വിജയോത്സവം പരിപാടി നടന്നു. വാർഡ് മെമ്പർ S പത്മജ ഉദ്ഘാടനം ചെയ്തു. S ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരിക്കുലം വിശിഷ്ടാതിഥിയായി. ജില്ലാ ലൈബ്രറി കൌൺസിൽ നിർവാഹക സമിതി അംഗം KN കുട്ടി കടമ്പഴിപ്പുറം, ഹരിദാസ് CV, ഹൃദ്യ K തുടങ്ങിയവർ സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹൈസ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് നവാഗതർക്കായി ഒരുക്കിയ ഗെയിംസ് കോർണർ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നവ്യാനുഭവമായി. രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി നിരവധി ഗെയിമുകൾ കോർണറിൽ സജ്ജമാക്കി. ലിറ്റിൽ കൈറ്റ്സ് സംസ്ഥാന ക്യാമ്പിൽ പങ്കെടുത്ത O അലൂഫ് അൻവർ അഡ്വാൻസ് റോബോട്ടിക് കിറ്റ് ഉപയോഗിച്ച് തയ്യാറാക്കിയ DG ലേൺ റോബോട്ട് ഏറെ ശ്രദ്ധ നേടി. സബ് ജില്ലാതല ലിറ്റിൽ കൈറ്റ്സ് ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾ അവരുടെ ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിച്ചു. 9ാം ക്ലാസ്സിലെ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികളായ CP ഹനീൻ, PT മുഹമ്മദ് യാസീൻ എന്നിവർ സ്ക്രാച്ച് സോഫ്റ്റ്വെയർ അടങ്ങിയ നെയിം സ്ലിപ്പ്, പുതുതായി സ്കൂളിലേക്ക് എത്തിയ എല്ലാ കുട്ടികൾക്കും ലിറ്റിൽ കൈറ്റ്സ് മികവുകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ബ്രോഷർ എല്ലാ രക്ഷിതാക്കൾക്കും സമ്മാനിച്ചു. നെയിം സ്ലിപ്പും ബ്രോഷറും അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഹബീബുള്ള അൻസാരി പ്രകാശനം ചെയ്തു. നല്ലൊരു കയ്യടി, നിറഞ്ഞൊരു കയ്യടിയോടുകൂടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തി സംസ്ഥാനത്തിൽ തന്നെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് ലിറ്റിൽ കൈറ്റ്സ് മെമ്പർമാരായ M ജിജേഷ്, A സുനിത, വിദ്യാർത്ഥികളായ ദിയ ഫാത്തിമ, O അലൂഫ് അൻവർ, ഹയ ആമിന, CV നന്ദകിഷോർ, ഫാസിൽ ഫിറോസ്, K ഫിനാസ്, P നഷ്വ എന്നിവർ നേതൃത്വം നൽകി. CCN മണ്ണാർക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സൗദിയിലേക്ക് കൊടുത്തുവിടാനുള്ള പാന്റിൽ കഞ്ചാവ് പൊതികൾ. യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ചെറുകോട് മുതിരിയിലെ നാലകത്ത് സന്മാനുൽ ഹാരിസാണ് കൂടെ ജോലി ചെയ്യുന്ന നാട്ടുകാരനായ യുവാവിന്റെയും സഹോദരന്റെയും ചതിയിൽ നിന്നും രക്ഷപ്പെട്ടത്. മലബാർ മേഖലയിലെ റെയിൽവേ യാത്രക്കാരുടെയും ജനപ്രതിനിധികളുടെയും ദീർഘകാലത്തെ ആവശ്യത്തിന് ഒടുവിൽ പരിഹാരമാകുന്നു. മലപ്പുറം ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളായ അങ്ങാടിപ്പുറം, വാണിയമ്പലം എന്നിവിടങ്ങളിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി റെയിൽവേ മന്ത്രാലയം അന്തിമ അനുമതി നൽകി. മലപ്പുറം ജില്ലാ വിഭജനം അനിവാര്യമാണെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അമീൻ യാസിർ. ഇതോടെ പ്രാദേശികമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും അമീൻ യാസിർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കവിയും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായിരുന്ന പുലാക്കാട്ട് രവീന്ദ്രന്റെ സ്മരണാർത്ഥം നെല്ലായ പാസ് പുലാക്കാട് ഗ്രാമീണ വായനശാല ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാര സമർപ്പണം ജൂൺ 21 ഞായറാഴ്ച നടക്കും. മികച്ച കവിതാ പുരസ്കാരത്തിനുള്ള പ്രഥമ പുരസ്കാരം വിനീഷ് മണിയൂരിനാണ് നൽകുക. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.